മലയാള സിനിമയിലെ ഒരു നടി ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 100 കോടി രൂപ വാങ്ങാനായിട്ട് പോയി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫർ വെച്ചിരുന്നു. പറയുന്നത് VHPയുടെ നേതാവും അതുപോലെ തന്നെ മലയാള സിനിമയിലെ മുൻനിര സംവിധായകനുമൊക്കെയായ വിജി തമ്പി തന്നെയാണ്. അപ്പോൾ ഇതൊരു വലിയ രഹസ്യമാണെന്ന് തോന്നി. അതായത് കുടുംബമൊന്നുമില്ലാതെ ഏതാണ്ട് ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സ്ത്രീ, അങ്ങനെയാണ് സൂചിപ്പിച്ചത്. അപ്പോൾ പല നടന്മാരും വന്നിച്ച് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില സംവിധായകരും വന്നിച്ച് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് അവരുടെ പേര് വെളിപ്പെടുത്തിക്കൂടാ, ആ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഇത് ഉണ്ടയില്ല വെടിയാണെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ കമല സുരയ്യ, നമുക്ക് മാധവിക്കുട്ടി എങ്ങനെ മതം മാറി, പിന്നീട് തിരിച്ചു പോകാനായിട്ട് അവർ ശ്രമിച്ചപ്പോൾ ആരൊക്കെയാണ് എതിർത്തത്, ഈ കാര്യങ്ങളൊക്കെ പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പൊതുസമൂഹം അല്ലെങ്കിൽ മീഡിയ ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യാതെ പോവുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യരുതെന്ന് ആർക്കൊക്കെയോ നിർബന്ധ ബുദ്ധിയുണ്ട്. മുമ്പ് ലീലാമേനോൻ ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഒരു ട്രാവൽ വ്ളോഗർ ഈ കാര്യം പറഞ്ഞതാണ്. എനിക്കതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇക്കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. ഇങ്ങനെ മതം മാറിയ ഒരുപാട് സിനിമാ താരങ്ങളൊക്കെ ഉണ്ട് മറ്റ് ഇതര ഭാഷയിലൊക്കെ അഭിനയിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കേരളത്തിൽ ഇങ്ങനെ ഒരു മലയാളത്തിലെ നടിയെ മതം മാറ്റിയാൽ 100 കോടി രൂപ വരെ മുടക്കാൻ കഴിവുള്ളവർ, അല്ലെ മുടക്കാൻ തയ്യാറായിട്ടുള്ളവർ നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ളവരുമുണ്ട് എന്നാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം. എങ്ങനെ നമ്മളിതിനൊന്ന് ചർച്ച ചെയ്യും? ഇത് 100 കോടി രൂപ കൊടുത്ത് മതം മാറ്റും. വിജി തമ്പിയാണ് പറഞ്ഞിരിക്കുന്നത്. ജനൻ ടി വിയിലൊരു ഡിബേറ്റിനകത്താണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് വർക്കൗട്ട് ആവുന്നുണ്ട്. വിജി തമ്പിയെ വെല്ലുവിളിക്കുന്നു, ആരാണെന്ന് മറച്ചു പിടിക്കാതെ ആരാണെന്ന് വ്യക്തത വരുത്തി പറയുക. അപ്പം വിജി തമ്പി നമ്മൾ പറയത്തില്ലേ, ഇത് ചില കാര്യങ്ങൾ പറയും, വേണമെങ്കിൽ തൊട്ട് കാണിക്കാം, പേര് പറയത്തില്ലെന്ന് പറയുന്ന നമുക്ക് വിജി തമ്പി പറഞ്ഞതനുസരിച്ച് ലക്ഷണമൊക്കെ കണ്ടപ്പം അതിനകത്ത് നമ്മുടെ കേരളത്തിലെ മഞ്ജു വാര്യർ ആണെന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ അതിൻ്റെ വർത്തമാനം വരുന്നത്. അപ്പോൾ 100 കോടി രൂപയും 2 ഫ്ലാറ്റ്. അപ്പം ഇത് ചില കാര്യങ്ങൾ ലവ് ജിഹാദ് ഇല്ല എന്ന് കോടതി പറഞ്ഞാൽ ലവ് ജിഹാദ് ഇല്ലാതെ ആവുന്നില്ലല്ലോ. നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പല കാര്യങ്ങളും തുറന്ന് പരിശോധിക്കുമ്പോൾ, പല കാര്യങ്ങളും നമ്മൾക്ക് ബോധ്യം വരുമ്പോൾ, അല്ലെങ്കിൽ പലയിടത്തും നടന്ന സംഭവങ്ങൾ ഈ ഒക്കെ നമുക്ക് നോക്കുമ്പോൾ ലവ് ജിഹാദ് ഉണ്ട്. പക്ഷേ കോടതി വരുമ്പോൾ തെളിവ് സഹിതം അത് കോടതിക്ക് വ്യക്തത വരുത്തി പറയാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. അപ്പോൾ കോടതി പറയുന്നു ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ട്, അതുകൊണ്ട് ലവ് ജിഹാദ് ഇല്ലാതാവുന്നില്ലല്ലോ. ദൈവം ഇല്ലെന്ന് പറയുന്നതൊക്കെ ഉള്ളല്ലോ. നേരിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതുപോലെ അപ്പോൾ ഇതിനകത്ത് കമല സുരയ്യ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരി, ഇവരൊരു സുപ്രഭാതത്തിൽ ഒരുപക്ഷെ കമലാദാസ് എന്നായിരുന്നു അവരുടെ പേര്, കമല സുരയ്യയാകുന്നു, മതം മാറുന്നു. ഈ മതം മാറ്റത്തിൻ്റെ പിറകിൽ അവർ ആദ്യമേ സ്വമേധയാ മുസ്ലിം മതത്തോടുള്ള ഇഷ്ടം കൊണ്ട് മാറിയതാണെന്ന് അവർ പറയുന്നു, വിശ്വസിക്കുന്നു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വലിയൊരു വിവാദം വരും. ഇപ്പോഴത്തെ MP ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരെന്തോ, ഈ സമദാനി ഒരുപക്ഷെ AP അഹമ്മദ് വേണ്ട പ്രസംഗം കേട്ടാൽ സമദാനി ഇവരെ വിളിച്ചു വരുത്തി പ്രായമായ സ്ത്രീയെ സംസാരിക്കാനുള്ള വാചേനെ അവരെ കടന്നു പിടിച്ച് ബലാത്സംഗം ചെയ്ത് ആ രീതിയിലാക്കിയിട്ട് ഭീഷണിപ്പെടുത്തി മതം മാറ്റി എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഇദ്ദേഹത്തിനുള്ള സാമ്പത്തിക നേട്ടമെന്ന് പറഞ്ഞാൽ $10 ലക്ഷം അന്ന് AP അഹമ്മദ് പറഞ്ഞത്, പരസ്യമായിട്ടാണ് പറഞ്ഞത്. ആ പരസ്യമായിട്ടുള്ള പറച്ചിലിനകത്ത് അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അത് ശരി അല്ലെന്ന് പറയുന്നതിനോ വളരെ ബലം പിടിച്ച് വരുന്ന ഒരവസ്ഥയില്ലായിരുന്നു. കാരണം ഈ കാര്യം ശരിയാണെന്ന് ആദ്യമേ വെളിപ്പെടുത്തിയത് മാധ്യമപ്രവർത്തക ലീലാമേനോൻ. അപ്പോൾ ലീലാമേനോൻ അവർ പറഞ്ഞു എനിക്ക് ബോധ്യമുണ്ട്, ഞാൻ ബോധ്യത്തിൻ്റെ പുറത്താണ് പറഞ്ഞത്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു ട്രാപ്പ് തന്നെയുണ്ട്. കാരണം ഇവർ ശ്രീകൃഷ്ണനെ വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മതം മാറി കഴിഞ്ഞിട്ടും ശ്രീകൃഷ്ണ ഭക്തയായിരുന്നു, ശ്രീകൃഷ്ണനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തിരിച്ചു വരണമെന്നുണ്ടായിരുന്നു. തിരിച്ചു വരണം എന്ന് ഉണ്ടായിരുന്ന സമയത്ത് ഒരുപക്ഷെ അതിനുള്ള സാധ്യത വന്നപ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ ഇവരുടെ മക്കളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. കാരണം ഈ തിരിച്ചുപോക്കുണ്ടായാൽ ഒരുപക്ഷെ ഈ മക്കൾ പലയിടത്തും ജീവിക്കുന്നുണ്ടെന്നല്ല, അവർക്ക് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകത്തില്ല. അതായത് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്രോതസ് കട്ട് ചെയ്യുമെന്നല്ല സാറേ, അന്ന് വെച്ചാൽ തട്ടിക്കളയുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മക്കൾ ഒരുപക്ഷെ അമ്മയെടുത്ത് പറഞ്ഞു ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം, നിങ്ങൾ ഇത് ചെയ്തു, ഞങ്ങൾ ക്ഷമിച്ചു, നിങ്ങൾ തിരിച്ചിതിന് ചെയ്യാൻ പോകുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് മതം മാറാൻ മുസ്ലിം ആകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആ മുസ്ലിം മതത്തിൽ നിന്ന് തിരിച്ചൊരു വരവിന് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് കഴിയുന്നൊരവസ്ഥയില്ല. ഇതിൻ്റെ പിറകിൽ വല്ലാത്തൊരു ലോബിയുണ്ട്. അത് ഇന്ത്യക്കകത്ത് നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ ലോകം മൊത്തം വ്യാപിക്കുന്നതാണ്. അതുകൊണ്ടാണ് 100 കോടി രൂപ എന്ന് പറയുന്നത്. ഇവിടെ ചിലർക്ക് 100 കോടി രൂപ കൊടുക്കാൻ പ്രാപ്തമായിട്ടുള്ള സംവിധാനമുണ്ട്. ഇതിൻ്റെ പിറകിൽ അത്തരത്തിൽ മതം മാറ്റമുണ്ട്. നമ്മൾ പല പ്രമുഖരെയും ലോകത്ത് മതം മാറിയതിൻ്റെ പിറകിൽ ഇത്തരത്തിൽ ലോബികളാണോ അല്ലെങ്കിൽ സ്വാധീനമുണ്ടോ എന്നൊക്കെ
പല ചർച്ചകളിലും അദൃശ്യമായിട്ട് നിൽക്കുന്ന കാര്യം, ഇത് ഡയറക്റ്റ് അല്ലല്ലോ ഈ കൊടുക്കലും വാങ്ങലും ഈ പ്രേരണയും ഇതിന്റെ പുറകിലുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല. പക്ഷെ അതിന് നേട്ടമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന ഒരു അവസ്ഥയിൽ ഇവരൊക്കെ ഇവരുടെ പേരിൽ ഈ പറയുന്ന കഥ എന്ന് പറഞ്ഞാൽ ഇവരെ രാത്രി വിളിക്കുമായിരുന്നു, അല്ലെങ്കിൽ സംസാരിക്കുമായിരുന്നു. ഈ അബ്ദുൽ സമദ് സമാധാനി എന്നാണല്ലോ അദ്ദേഹത്തെ പറ്റി നമുക്കറിയാമല്ലോ. ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം നടത്തുന്ന ആൾ, ഏറ്റവും വലിയ വലിപ്പത്തിൽ അറിവുള്ള ആൾ, ലോകം അംഗീകരിക്കുന്ന ആൾ, ഇപ്പം നിലവിൽ MP ആയിട്ടുള്ള ആൾ, ആ രീതിയിലൊക്കെ ഏറ്റവും വലിയ ആൾ. അപ്പം ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കൊണ്ടും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വർത്തമാനം കൊണ്ടും ഇവർ കവിതയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീയാണല്ലോ. അപ്പോൾ രാത്രി ഇദ്ദേഹത്തെ വളരെ വിളിക്കുമെന്നോ ഇവരെ വിളിക്കുമെന്നോ ഒരു വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഈ വിളിക്കുമെന്നും അല്ലെങ്കിൽ കവിതകൾ ചൊല്ലിക്കൊടുക്കുമെന്നും അവസാനം മതം മാറിക്കഴിഞ്ഞ് ട്രാപ്ഡായി അല്ലെങ്കിൽ അബദ്ധം പറ്റിയെന്ന് കഴിയുമ്പോൾ പിന്നെ അവർ പരിശോധിക്കുമ്പോഴായി ഈ കവിതകളൊക്കെ വേറെ ഭാഷകളിൽ നിന്ന് പുള്ളി തർജ്ജമ ചെയ്ത് പുള്ളിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പാടി കേൾപ്പിച്ചതായിരുന്നു. അപ്പം ഇതേ രീതിയിൽ അന്ന് ഈ മതം മാറ്റം വലിയ ചർച്ചയായി. അതിനുശേഷം തിരിച്ചു വരാൻ പറ്റുന്നൊരവസ്ഥയില്ല. പിന്നെ അവർ ലോകത്തോട് വിട പറഞ്ഞു. അപ്പം ഈ മൃതശരീരം മുസ്ലിം ആചാരപ്രകാരം നടക്കുന്നത് വരെ അതിൻ്റെ പുറകിൽ നിന്ന ഒരു ലോബി ഉണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന ഈ വിജി തമ്പി പറയുന്ന 100 കോടി രൂപയും മഞ്ജു വാര്യറും 2 ഫ്ലാറ്റും ഒക്കെ പറയുമ്പോൾ ഇതിനെ എതിർക്കുന്ന ഇപ്പൊ MA നിഷാദൊക്കെ പറയുന്നുണ്ട്. വിജി തമ്പി വളരെ കൃത്യമായിട്ട് പേര് പറയാത്തത് ഇയാൾ ഊഹാവും. അപ്പം അയാൾ പറഞ്ഞു അതിനകത്ത് മറുപടി പറയണമെന്ന് പറയുന്നത് ശരിയാണ്, അല്ലെ വ്യക്തത വരുത്തി പറയണം എന്ന് പറയുന്നതിനകത്ത് ശരിയാണ്. പക്ഷേ വേറെ ചിലർ അത് അങ്ങനെ അല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു ആർജവമുണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ വിജി തമ്പി പറയുമ്പോൾ വിജി തമ്പി ഇപ്പോഴും അതിനകത്ത് ആ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല. അദ്ദേഹം ഒരുപക്ഷെ നാളെ കാലത്ത് ഇത് ആരാണെന്ന് വ്യക്തത വരുത്തി പറയേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള രീതിയിലേക്കാണ് അതിൻ്റെ അപ്പം ഇതിനകത്ത് ഇത് ഇങ്ങനെയില്ല, ഇതൊക്കെ കളവാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ചുമ്മാതെ പറയുന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ ചില ആൾക്കാരുടെ ഒരു ശ്രമം അത് നമുക്ക് ദുരൂഹമായിട്ട് തോന്നുന്നുണ്ട്. കമലാ സുരയ്യ എന്ന് പറയുന്ന ഈ പറയുന്ന വ്യക്തി മതം മാറിയപ്പോൾ അതിൻ്റെ പുറകിൽ ഈ ആരോപണം വന്നപ്പോൾ അവർ പലവട്ടം ആവർത്തിച്ചു ഞാൻ അങ്ങനെയായിരുന്നു. പക്ഷേ അവർ പിന്നെ അവർക്കടുത്ത് ചെന്നവരോടും രഹസ്യമായിട്ടുള്ളതും അവരുടെ കുടുംബത്തിനകത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വ്യക്തത വരുത്തി പറഞ്ഞിട്ടില്ലേ. അതിനകത്ത് അവർ ട്രാപ്പിനകത്തായി പോയതാണ്, അവരെ ട്രാപ്പിൽ പെടുത്തിയതാണ്, അവർക്ക് അതിനകത്തും തിരിച്ചു വരണമെന്നുണ്ടായിരുന്നു. ആ തിരിച്ചുവരവിൻ്റെ കാര്യം വന്നപ്പോൾ അങ്ങനെ തിരിച്ചു പോയാൽ വലിയ വില കൊടുക്കേണ്ടി വരും, ഒരുപക്ഷെ ആ കുടുംബം വരെ നശിപ്പിക്കപ്പെടും എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ പല ആൾക്കാരും ഇതേപോലെ മതം മാറി വന്നിട്ടുണ്ട്. വരുമ്പോൾ നമുക്ക് വലിയ ആശ്ചര്യം തോന്നിട്ടുണ്ട്. അത് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു വ്യക്തി മുഹമ്മദ് അലിയാണ്. 1960 റോം ഒളിമ്പിക്സിൽ ഹെവി വെയ്റ്റ് ബോക്സിങ്ങിൽ ഗോൾഡ് മെഡൽ നേടിയ ആളാണ്. കാഷ്യസ് ക്ലേ എന്നായിരുന്നു എന്ന് പറഞ്ഞ പേര്. പക്ഷേ പിന്നീട് അദ്ദേഹം മതം മാറി മുസ്ലിമായി മുഹമ്മദ് അലി എന്നുള്ള പേര് സ്വീകരിച്ചു. പിന്നെ മൈക്ക് ടൈസൺ എങ്ങനെ മാറാൻ പോണെന്നൊക്കെ പറഞ്ഞ ഒരിടയ്ക്ക് കേട്ടിരുന്നു. മൈക്ക് ടൈസൺ മാറിയോന്ന് അറിയില്ല. അന്ന് അതിനെക്കുറിച്ച് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കമലാ സുരയ്യയുടെ ഇപ്പോൾ പറഞ്ഞല്ലോ, ലീല മേനോൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അതിനെയൊക്കെ പറ്റി ഒരു ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയിരുന്നു. എന്തായാലും ഫണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടി ധാരാളം ചെലവഴിക്കപ്പെടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ചിലരൊക്കെ മതം മാറാതെ തന്നെ നമ്മുടെ TV ചാനലിലൊക്കെ അന്തിച്ചർച്ചകളിലൊക്കെ ഇരുന്ന് ചിലരുടെ അഭിപ്രായം പറയുമ്പോൾ നമുക്കൊരു സംശയം തോന്നാറുണ്ട്, എന്താ ഇങ്ങനെ പറയണേന്ന്. അപ്പോൾ ഈയിടെ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത് ഹിന്ദുക്കളുടെ വളരെ ശക്തനായ ഒരു വക്താവ് ഉണ്ട്, രാഹുൽ ഈശ്വർ സംസാരിക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ പല സംശയങ്ങൾ തോന്നാറുണ്ട്, പലരും അഭിപ്രായം പറയാറുണ്ട്. അതിലിപ്പോൾ ഈയിടെ അരീഫ് ഹുസൈൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരും വളരെ ശ്രദ്ധിച്ചതാണ്. ആരിഫ് ഹുസൈൻ കൂടാതെ പിന്നീട് അതിനുശേഷം അഡ്വക്കേറ്റ് ജയശങ്കറും ഈ പറഞ്ഞ രാഹുൽ ഈശ്വറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് സൈനൈഡിലെ ക്രിമീന്നോ ഏതാണ്ട് രാഹുൽ ഈശ്വറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ആരിഫ് ഹുസൈനും രാഹുൽ ഈശ്വറും ഒക്കെ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇനി അല്പം ശ്രദ്ധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ TV ചാനലിലൊക്കെ വന്ന് ഇങ്ങനെ ഹിന്ദുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വരുന്നു, ക്രിസ്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിലാണ് പോൾ തെലക്കട്ടച്ചൻ സംസാരിക്കുന്നത്. ഇവരൊക്കെ ആർക്ക് വേണ്ടി യഥാർത്ഥത്തിൽ സംസാരിക്കുന്നതെന്ന് നമുക്ക് സംശയം തോന്നും. ഏതായാലും ഈ മതം മാറ്റം എങ്ങനെയായാലും കുറേ പേരുടെയൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഫണ്ട് ഉണ്ടെന്നുള്ളതാണ്. അല്ല, ഇതിനകത്ത് ഇസ്ലാമിസ്റ്റ് അജണ്ട എന്ന് പറയുന്ന കാര്യം നമ്മൾ രഹസ്യമായിട്ട് പറയേണ്ട കാര്യമില്ല. ഇത് ആൾക്കാർ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു വിഷയം ഇപ്പം സിനു ആദ്യം തുടക്കത്തിൽ പറഞ്ഞില്ലേ സാർ, ഈ ഒരു വിഷയം ഇതുപോലെ വിജി തമ്പി ഒരു വിഷയം കൊണ്ടുവന്നു. ഈ ഒരു വിഷയം 100 കോടി രൂപയാണ്. ഒരു പ്രമുഖ നടി
മതം മാറ്റത്തിന് വേണ്ടി അവരെ സ്വാധീനിച്ചിരുന്നു 100 കോടി രൂപയും അല്ലെങ്കിൽ 2 ഫ്ലാറ്റും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അത് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തിനാ മറച്ചു പിടിക്കുന്നത്? ഈ പ്രമുഖ മാധ്യമങ്ങൾ ഒക്കെ ഈ ഒരു സംഭവം അന്ന് ജനൻ ഡിബേറ്റിൽ കഴിഞ്ഞു, പ്രധാനപ്പെട്ട ഒരു കക്ഷി പറയുന്നു, VHPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയുന്നു, പ്രമുഖ നടിയാണെന്ന് പറയുന്നു, വലിയൊരു ആരോപണമായിട്ട് വരുന്നു. മതം മാറ്റം ഒരു ചർച്ചയായിട്ടുള്ളപ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റുകൾ ലോകം മൊത്തവും കീഴടക്കുന്നതിന് വേണ്ടി ഏതർത്ഥത്തിലും പണം കൊടുക്കുകയും അല്ലെങ്കിൽ മറ്റു കാര്യം ചെയ്യും, ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ചയില്ല. അപ്പം മാധ്യമത്തിന് അജണ്ട ഉണ്ടല്ലോ, മാധ്യമത്തെ ആരാണ്ട് നിയന്ത്രിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സാറ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, സാറെ പല കാര്യങ്ങളും ഇവിടുത്തെ പ്രമുഖരെന്ന് കാണുന്നു. ഇപ്പൊ സാറ് നാളെ കാലത്തെ 10 പേരറിയുന്ന ഒരാളാണെങ്കിൽ സാറ് ചില താല്പര്യങ്ങൾക്ക് അനുസരിച്ച് സംസാരിക്കുകയാണെങ്കിൽ സാറിന് അതിന് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുന്നു. അത് മനസ്സിലാവുന്നുണ്ട്. സാർ ഇന്ന കാര്യം പറയണം അല്ലെങ്കിൽ ഇന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് അതിന് പ്രൊമോഷൻ അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാവും. പ്രയോജനം എങ്ങനെ ഉണ്ടാകും? കോടിക്കണക്കിന് രൂപ സാറിന് വരും. അപ്പം സാറ് പറഞ്ഞല്ലോ, ചില ആൾക്കാർ സംസാരിക്കുന്നതിനകത്ത് നമുക്ക് സംശയം തോന്നും. ഇപ്പൊ അതിനകത്ത് മതം മാറണ്ട എന്നാണ്. മതം ഇപ്പൊ സാറ് സംസാരിക്കും, സാറ് ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാൻ സംസാരിക്കും, ഞാൻ ഹിന്ദു ആണെങ്കിൽ ഞാൻ ഹിന്ദുവായിട്ടിരുന്ന് സംസാരിച്ചാൽ മതി. അതിനകത്ത് മതംമാര് സംസാരിക്കുന്നതിനെക്കാട്ടി ഗുണമുണ്ട്. ആ രീതിയിലേക്ക് അപ്പം ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് വളരെ ഇപ്പോഴല്ല, വളരെ പുറകോട്ട് പരിശോധിച്ചാലും ഇതിനകത്ത് കൃത്യമായ അജണ്ടയുണ്ട്. അതിന്റെ പുറകിൽ കൃത്യമായ ഫണ്ടുണ്ട്. അതിന്റെ ഫണ്ടിന്റെ പുറകിൽ ഇന്ത്യക്കപ്പുറം ലോക നിലവാരത്തിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ആ രീതിയിലാണ് ഇതിന്റെ ഫണ്ടിങ്ങും അല്ലെങ്കിൽ പ്രവർത്തനവും ഒക്കെ. അത് രഹസ്യമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. രാഹുൽ ഈശ്വറിന്റെ കാര്യം ഇത് കഴിഞ്ഞ ദിവസം ഹാരി ഹുസൈൻ പറയുന്നതിന് മുമ്പ് വളരെ നേരത്തെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് പോലും സംശയം തോന്നിയിട്ടുള്ളതാണ്. ഇയാളുടെ ചില കാര്യങ്ങളും എടുത്തു കാണിക്കുന്ന കാര്യങ്ങളും ഏറ്റവും അവസാനം മൊണാലിസയുടെ ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയം വരുമ്പോഴും ആരും അതിനകത്ത് അതിന്റെ പുറകിലില്ല. ഇവിടുത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശരിയാണെന്ന് പറഞ്ഞ് കൂടെ നിന്നു, അല്ലെങ്കിൽ റഹീം കൂടെ നിന്നു, നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ മന്ത്രി പറഞ്ഞു അങ്ങനത്തെ ഒരു കാര്യത്തിൽ. പക്ഷെ അവരും പിന്നെ അതിന് ഒരു വിഷയം വന്നപ്പോൾ അതിന്റെ ന്യായീകരണ തൊഴിലാളിയായിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് കൈയൊഴിഞ്ഞല്ല, ഞങ്ങൾക്ക് ബോധ്യം അങ്ങനെയായിരുന്നു, ഞങ്ങളെ കാണിച്ചു, ഞങ്ങൾ പരിശോധിച്ചു, അത് ശരിയാണ്, അത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം പിന്നെ വരട്ടെ. പക്ഷെ രാഹുൽ ഈശ്വറിന് നിർബന്ധമാണ്, അതങ്ങനെയല്ല. അയാൾ കല്യാണം കഴിച്ചു, ആ കല്യാണം വേണം കോടതിയിൽ. അപ്പൊ ഇതേ രീതിയിലൊക്കെ നിർബന്ധം പിടിക്കണമെങ്കിൽ ആ നിർബന്ധം പിടുത്തത്തിന്റെ പിറകിൽ എന്തെങ്കിലുമൊക്കെ കാര്യം കാണുമെന്ന് വിചാരിച്ചാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് ഇദ്ദേഹം വളരെ കാലമായിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യത്തിനകത്തും ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകൾക്കനുസരിച്ചാണ് നീങ്ങുന്നത്. അത് ന്യായവും അന്യായവും അല്ല, ചിലതിനകത്ത് മാത്രം ന്യായം കാണുന്ന രീതി. അപ്പം ഇതിനകത്ത് ഈ ഒരു ഇസ്ലാമിസ്റ്റ് അജണ്ട എന്ന് പറഞ്ഞാൽ അത് വളരെ നമ്മൾ വിചാരിക്കുന്ന ഇടത്തല്ല അതിൻ്റെ കാര്യങ്ങൾ. അതിനകത്ത് അവർ വളരെ കൃത്യമായിട്ട് അവർ ഓരോ കാര്യത്തിനകത്തും പ്ലാൻഡ് ആയിട്ടാണ്. സംസാരിക്കുന്നത് ആര് വേണം, സംസാരിച്ചാൽ അതിൻ്റെ ഗുണം ഉണ്ടാവും, സംസാരിപ്പിക്കുന്നത് ഈ ചില കാര്യങ്ങളെപ്പറ്റി സംസാരിപ്പിക്കുന്നത് എല്ലാം അത് നമ്മൾ ഈ പലരെയും മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ പല NGOസിൻ്റെ നേതാക്കന്മാർ ഇവരെയൊക്കെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നോക്കുമ്പോൾ എങ്ങനെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് VG തമ്പി പറഞ്ഞത് ആളിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആരോപണം ചുമ്മാതെ ഉണ്ടാക്കിയ ഒരു ആരോപണമാണെന്ന് വിചാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കമല സുരയ്യ തന്നെയാണ്. AP അഹമ്മദ് പരസ്യമായിട്ട് പറഞ്ഞപ്പോൾ നിസാരക്കാരെ പറ്റി അല്ലല്ലോ പറഞ്ഞത്. അതിനകത്ത് ആ വിഷയം ഇടപെട്ട അന്നത്തെ പ്രധാനപ്പെട്ട ഒരു BJPയുടെ വക്കീലിനെ ഉൾപ്പെടെ അതിനകത്തുണ്ട്. വേറെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. പ്രധാനപ്പെട്ട അദ്ദേഹം ഗവർണറായിട്ടൊക്കെ ഇരുന്ന അദ്ദേഹം ഇതുണ്ട്. അപ്പൊ ഇങ്ങനെ അതിനകത്ത് കാര്യമുണ്ട്, കാര്യമില്ലാത്ത അവസ്ഥയല്ല. അപ്പം ഇതിനകത്തും കാര്യമുണ്ടെന്ന് വിചാരിക്കേണ്ടി വരും. ഒരുപക്ഷെ കൂടുതൽ പ്രഷർ വന്നാൽ VG തമ്പി നാളെ കാലത്തെ ഈ പറയുന്ന വ്യക്തിയുടെ പേര് എടുത്തു പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമെന്ന് വിചാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.